ശ്രീ ജയരാജ്, അക്കാര്യത്തിൽ ലോജിക്കലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഇല്ല. കാരണം ഞാൻ തന്നെ ഈ ചർച്ചയിൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഭൂരിപക്ഷ വോട്ട് ഏകീകരണം കൊണ്ട് ഭരണത്തിലെത്തുക എന്നുള്ളത് അസംഭവ്യമാണ്, അസാധ്യമാണ്. ഭരണ തുടർച്ച LDF വേണമെങ്കിൽ ഒരു കൺസിഡറബിൾ എമൗണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടാവേണ്ടതാണ്, വേണ്ടതാണ്. ഇല്ലെങ്കിൽ ഭരിക്കാൻ പറ്റില്ല. ഡെമോഗ്രഫി അനുസരിച്ച് നമ്മൾ നോക്കിയാൽ അതെ അങ്ങനെ പറ്റൂ എന്നിരിക്കെ സമ്പൂർണ്ണമായി മുസ്ലിം ജനവിഭാഗത്തെ അന്യവൽക്കരിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിച്ചുണ്ടാവുന്നു. അത് ഒരു തരത്തിലും ബ്രിഡ്ജ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവുന്നുമില്ല. അതിൻ്റെ ലോജിക്ക് എന്താണ്? താങ്കൾക്ക് അതെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ LDF ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്. അത് ഇറിവേഴ്സബിൾ ആണ്, അത് ഇറിവോക്കബിൾ ആണ്. ഒരു കാരണവശാലും അത് പരിഹരിക്കാൻ പറ്റില്ല. പോയി, ഇനി ഒരു രക്ഷയില്ല എന്ന മട്ടിലാണോ കാര്യങ്ങൾ? അങ്ങനെയല്ല അഭിലാഷ് അതിനെ നോക്കി കാണേണ്ടത്. ഞാൻ നേരത്തെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ലീഗിനെയോ ജമാഅത്ത് ഇസ്ലാമിയെയോ വെൽഫെയർ പാർട്ടിയെയോ SDP-യെയോ PFIയെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളെയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് തുച്ഛമായ ഒരു 10% ആള് 10% പോലും വരില്ല. ഈ തീവ്രവാദ മുസ്ലിം ലീഗ് LDF അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടി വരുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ LDF പിന്തുണച്ചിട്ടുണ്ട്. ഇത് മുഖ്യ നറേറ്റീവ് ആക്കി പൊളിറ്റിക്സ് കളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് എന്റെ പ്രശ്നം, എന്റെ വിഷയം. ഇതിനകത്ത് മുഖ്യ നറേറ്റീവ് ആക്കുന്നത് ആരാണ്? ഇതെല്ലാം മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ളൊരു നറേഷൻ സൃഷ്ടിക്കുന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുൽസിത പ്രവൃത്തി എന്ന് പറയുന്നത്. ഇത് മുസ്ലിം സംഘടനകൾക്കെതിരെ പറഞ്ഞാൽ ഭീകരവാദം കൊണ്ടു കിടക്കുന്ന മുസ്ലിം സംഘടന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 18 പുസ്തകങ്ങളെ അത്യന്തം അപകടകരമാണെന്ന് പറഞ്ഞത് ഇവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങളാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങളിൽ പറയുന്നത് എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങളിൽ പറയുന്നത് ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദര സംഘടനയാണെന്നാണ്. അത് അവരുടെ പത്രത്തിനകത്ത് മലയാളത്തിൽ അടിച്ചു വന്നിട്ടുണ്ട്, കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചുള്ള ലേഖനത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് ഉള്ള സംഘടനയ്ക്ക് അങ്ങനെ ആഗോളതലത്തിൽ ഫണ്ട് വരുന്ന ഒരു സംഘടനയെ എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. ഈ കോൺഗ്രസ് കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ്. അതിനവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത് വീണ്ടും 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 കാണിക്കുകയാണ്. ഒരു ഭരണ തുടർച്ച അല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടിയിട്ട് 10 വർഷമായിട്ട് കിട്ടാതിരിക്കുന്നുണ്ട്. ഭരണത്തിന് വേണ്ടിയിട്ട് ഇത്തരം കുറുക്കു വഴികൾക്ക് വേണ്ടി ശ്രമിക്കുമ്പം മതേതര മൂല്യങ്ങളാണ്, കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങളാണ് നമ്മൾ ബലിയെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്കുപോലെ ഭൂരിപക്ഷ വർഗീയത തന്നെയാണ് ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുത്തുന്നത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ തരത്തിൽ എതിർക്കപ്പെടേണ്ടതാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കപ്പെടണം എന്ന പോയിന്റ് ഞാൻ എടുത്തു, ഞാൻ അതിനോട് അനുകൂലിക്കുന്നു. രണ്ട്, ഇപ്പൊ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ കുറിച്ച് സജി ചെറിയാന്റെ ഉദാഹരണം ഒരർത്ഥത്തിൽ ശരിയാണ്. അവിടെ 2 തരത്തിലുള്ള കൺസോൾട്ടേഷൻ. ഒരു ഭാഗത്ത് ഒരു സമുദായക്കാരല്ല അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയായിട്ട് ഒരു പാർട്ടിയെ കാണുന്നു, മറുവശത്ത് മറു സമുദായം വേറൊരു പാർട്ടി അവരുടെ പാർട്ടിയെ കാണുന്നു. ഇത് ആരോഗ്യകരമായ ജനാധിപത്യ മാതൃകയല്ല. അത് പക്ഷെ അങ്ങനെ അല്ലല്ലോ അദ്ദേഹം ഉദാഹരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത്. പേര് നോക്കിയാൽ അറിയാം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കൃത്യമായി കമ്മ്യൂണൽ കളറുള്ള ഒരു പ്രസ്താവനയാണ്. ഒപ്പം ശരി, കാസർഗോഡ് മുനിസിപ്പാലിറ്റി അദ്ദേഹം ഉദാഹരിച്ചു. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ കൂടി ഉദാഹരിക്കായിരുന്നല്ലോ. ആദ്യമായിട്ട് കേരളത്തിൽ BJP അധികാരത്തിൽ വന്ന കോർപ്പറേഷനിലെ തിരുവനന്തപുരം. അപ്പോൾ കാസർഗോഡ് പറഞ്ഞ കൂട്ടത്തിൽ തിരുവനന്തപുരം കൂടി സജി ചെറിയാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താണ് ആ പരാമർശത്തിന്റെ, ആ വർത്തമാനത്തിന്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എപ്പോഴും നമ്മൾ ഈ അക്രോബാറ്റിക്സ് അല്ലെങ്കിൽ ഈ ബാലൻസിങ് ആക്ട് എല്ലാ പ്രസംഗങ്ങളിലൊന്നും നടത്താനൊന്നും പറ്റില്ല അഭിലാഷ്. ഈ പറയുന്ന കണക്കോല അങ്ങനെ ബാലൻസിങ് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് സജി ചെറിയാനെങ്കിൽ സജി ചെറിയാൻ ഇത്ര വലിയ കുഴപ്പങ്ങളിലൊന്നും ചെന്ന് ഏടത്തില്ലായിരുന്നു. നേരത്തെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത് മറ്റ് സജി ചെറിയാൻ്റെ കുറേ വെള്ളി വീണ വാക്കുകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. സജി ചെറിയാനാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ആ ബാലൻസിങ് ആക്ട് അറിയില്ല. ആ ബാലൻസിങ് ആക്ട് അറിയാമെങ്കിൽ അത് ഡിപ്ലോമാറ്റിക്കലി അത് പ്ലേസ് ചെയ്തേനെ. പക്ഷേ അത് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട്. പക്ഷേ അത് ആ ഒരു ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് സജി ചെറിയാൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നോക്കുന്ന ഒരാൾക്കറിയാം. അയാൾ ഒരിക്കലും വർഗീയമായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന ആളുമല്ല. അയാളുടെ ചില ഈ MM മണിയുടെ കാര്യം പറയുന്ന കണക്കോലെ ഈ പറയുന്ന കണക്കോലെ ചില ഘട്ടങ്ങളിൽ അയാൾ വീണുപോവുകയും അതിനെ കൃത്യമായിട്ട് മുതലെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മുമ്പ് ഈ ജയരാജൻ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്.
അദ്ദേഹത്തിന് പറ്റുന്ന സംസ്ഥാനം ചില ഭരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. മന്ത്രിയുടെ വാക്കുകൾ സാമുദായിക ധ്രുവീകരണത്തിന്, സമൂഹത്തിൽ കാലുഷ്യം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കപ്പെടുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? അദ്ദേഹത്തിന്റെ തന്നെ ഉത്തരവാദിത്വമാണ്. എന്റെ ഉദ്ദേശശുദ്ധി വേറെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തടിയൂരാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്.